ഇതെന്താ സംഭവം എന്നല്ല, ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ ആണ് കേട്ടോ. പിന്നെ ഗെറ്റ് ടുഗദർ എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചില്ലറ ഗെറ്റ് ടുഗദർ അല്ല, ഞങ്ങൾ കോളേജ് ഫസ്റ്റ് ഇയർ തൊട്ട് ഒരുമിച്ചായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 22 ഇയേഴ്സായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ്. അപ്പോൾ അതിൻ്റെ ഒരു സെലിബ്രേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്യാങ്ങിൽ ഓരോരുത്തരെയും പരിചയപ്പെടാം കേട്ടോ. ഹായ് സ്റ്റാജി, ഇത് സ്റ്റാജി, പ്രൊഫസർ ജയന്തി. ഇത് ഷൈനി ഫ്രം ജർമ്മനി, ക്യൂൻ ഓഫ് കാർട്ട്ഫീൽഡ്. ഇത് അഞ്ജന മേനോൻ, മിസ് തൃശ്ശൂർ. ദിവ്യ, നമ്മുടെ ബ്യൂട്ടി ക്യൂൻ ഫ്രം കൊച്ചിൻ. ഇത് നമ്മുടെ ധന്യ പനീർ ബട്ടർ മസാല, ആക്ക ധന്യ പനീർ. This is Laya Menon, influencer come celebrity. ഇനിയിപ്പോൾ എന്നെ കണ്ടില്ലാന്ന് വേണം. നമ്മളെല്ലാവരും പലയിടത്താണ് കേട്ടോ. ഞാനും അഞ്ജനയും ധന്യയും ബാംഗ്ലൂരാണ്. ഷൈനി നമ്മുടെ ജർമ്മനിയിൽ നിന്ന് വന്ന, അവളുടെയാണ് ഈ പ്ലാൻ തന്നെ. പിന്നെ ദിവ്യ കൊച്ചിയിൽ നിന്ന്, സ്റ്റാജി പത്തനംതിട്ടയിൽ നിന്ന് വന്ന കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്തു. പിന്നെ എല്ലാവർക്കും ഫുഡിനോട് തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ ലഞ്ച് കഴിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കി. അപ്പോൾ നമ്മൾ ഒരു ഫ്രൈഡേ ആയിരുന്നു മീറ്റ് ചെയ്തിരുന്നത്. ലഞ്ച് ടൈം ആയതുകൊണ്ട് നമ്മൾ നേരെ ആന്ധ്ര മീൽസ് കഴിക്കാൻ പോയി. അടിപൊളിയാണ്, നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റായി ട്രൈ ചെയ്യണേ. ആന്ധ്ര മീൽസ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്താ നല്ല പൊടിയാണ്. ഷൈനി ആന്ധ്ര മീൽസ് കഴിച്ചിട്ടുണ്ടോ? എരിഞ്ഞ് ചാവരുത്. ഫുഡ് വന്നിട്ട് ബാക്കി കാണാം. പേലയാണ്. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ നേരെ അഞ്ജൻ്റെ വീട്ടിലേക്ക് വിട്ടു. അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ സ്പെഷ്യൽ മാംഗോ ചില്ലി പൈനാപ്പിൾ വൈൻ വെച്ച് ചിയേഴ്സ് സ്റ്റാർട്ട് ചെയ്തു ഒഫീഷ്യലായി. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ നല്ല ആൽക്കഹോളിക് വെതർ ആയിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ പ്ലാൻ വീട്ടിൽ ഫ്രൈഡേ ഇരുന്ന് ചില്ല് ചെയ്തിട്ട് സാറ്റർഡേ ഫുള്ള് ഔട്ടിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ചില്ല് ചെയ്ത് പഴയ കഥകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവസാനം ഒരു 4 മണിയാകുമ്പോൾ പുലർച്ചെ കിടന്ന് ഉറങ്ങിയിട്ടാ. നെക്സ്റ്റ് ഡേ നമ്മൾ വീണ്ടും ഫുഡുമേ കയറി പിടിച്ചു. രാവിലെ അഞ്ജൻ്റെ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നേരെ വിട്ടു ബാർബിക്യൂന് ശേഷം. നമ്മൾ 2 വണ്ടി സ്ലോട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ദി ടേബിൾ തന്നെ ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ബാംഗ്ലൂർ ഇവർ ക്വൈറ്റ് ഫേമസ് ആണ്. അപ്പോൾ ഷൈനി ജർമ്മനിയിൽ നിന്ന് വന്നതായതുകൊണ്ട് ഷൈനി ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഷൈനിക്ക് വേണ്ടിയിട്ട് നമ്മൾ വേദനയോടുകൂടി ബാർബിക്യൂന് ശേഷം പോയി തിന്ന് മരിച്ചു. പ്രോൺസ് ഇടുന്ന നല്ല തട്ടലാണ്. ഷൈനി യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രോൺസ് ഇടുന്നു. ഷൈനി യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിന്റെ അടുത്തൊക്കെ വരുമോ? ഈ കാണുന്നത് അവരുടെ സിഗ്നേച്ചർ പാൻ കുൽഫി മലായ് കുൽഫിയാണ്. ഞാനും ദിവ്യയും കൂടി മൊത്തത്തിൽ എത്ര കുൽഫി അകത്താക്കിയെന്ന് ഞങ്ങൾക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഏകദേശം ഒരു 10-20 തിന്നു തോന്നുന്നുണ്ട്. മിക്കവാറും അടുത്ത ബഫേന്ന് അവർ കുൽഫി എടുത്ത് മെനുന്ന് മാറ്റുന്നതാണ് കേട്ടോ ഞങ്ങൾക്ക് തോന്നുന്നത് ഗൈസ്. പിന്നെ ഈ കേക്ക് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഫസർ ജയന്തി, സ്റ്റാജിയുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂലൈ 4-ാം തീയതി. അതും വെറും ബർത്ത്ഡേ അല്ല, അവളുടെ 40th ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ഇത് പറഞ്ഞ അവളെന്നെ തല്ലിക്കൊല്ലും, പക്ഷെ എന്നാലും നമുക്കൊരു കണക്കൊക്കെ വേണമല്ലോ അല്ലേ. ഈ കാണുന്ന ഫോട്ടോയിലുള്ള കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. 40th ബർത്ത്ഡേ ആണ്. സന്തോഷ് മമ്മിയാണ്. കണ്ട 10, 25, 26 വേണമെങ്കിൽ പറയാം. 26 എൻ്റെ കയ്യിൽ ഫിക്സ് ചെയ്യാത്ത. ഷൈനിക്ക് 23.5. 26. ഈ കുട്ടിക്ക് 22 ആകട്ടെ. 10 വയസ്സ്. എനിക്കാണെങ്കിലോ 18.5. ഇങ്ങനെ പാട്ടൊക്കെ പാടി നമ്മുടെ സ്പെഷ്യൽ ഒക്കേഷൻസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഇവിടുത്തെ രാജാരാണ് കേട്ടോ ഗൈസ്. നല്ല രസമായിരുന്നു. ഞങ്ങൾ കേക്ക് കട്ടിംഗ് ഒക്കെ ചെയ്ത് എല്ലാവർക്കും നന്ദി നമസ്കാരമൊക്കെ പറഞ്ഞ് വയറിനകത്ത് ഫുഡും കേക്കും കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത് മാത്രമല്ല ഇവിടെ ടെമ്പററി ടാറ്റൂസൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഓസിക്ക് കിട്ടിയതല്ലേ, അപ്പോൾ ആസിഡും കുടിക്കണ്ടേ എന്നുള്ള ഭാവത്തിൽ കുറേ ടാറ്റൂസൊക്കെ സെലക്ട് ചെയ്തിട്ട് എല്ലാവരും ഓരോ ടാറ്റു അങ്ങോട്ട് അടിച്ചു. അപ്പോഴേക്കും അരവിഴിഞ്ഞ പെരുമ്പാവിനെ പോലെ ക്ഷീണിച്ച് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി വീണ്ടും വീട്ടിൽ ചെന്നൊരു മയക്കം. അവർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ചാടി എണിട്ടിട്ട് നമ്മളിത് ക്യാബൊക്കെ ബുക്ക് ചെയ്തിട്ട് നേരെ ക്ലബിങ്ങിന് വന്നോട്ടെ. അത് നമ്മുടെ മെയിൻ പ്ലാൻ ആയിരുന്നു. അപ്പോൾ
അപ്പോൾ നമ്മൾ വന്നത് കോർമംഗലിലുള്ള സൺബേൺ യൂണിയനിലാണ് കേട്ടോ. ഇവിടെ ഉള്ളതാണെങ്കിലോ ടെക്നോ മ്യൂസിക്കാണ്, ലൈറ്റിംഗ് വെച്ച് അടിപൊളിയാണ്, പിന്നെ നല്ല ക്രൗഡുമായിരുന്നു ഗൈസ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് കുറേ പേർക്കൊന്നും ടെക്നോ മ്യൂസിക് ഇഷ്ടമല്ല. നമുക്ക് ബോളിവുഡ് മ്യൂസിക് വെച്ച് കുറച്ച് ഡപ്പാങ്കൂത്തൊക്കെ കളിക്കണമായിരുന്നു. അപ്പം അതിനിവിടെ പറ്റിയില്ല. എന്നാലും രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കളത്തിലിറങ്ങി. അങ്ങനെ പുലർച്ചെ 1 മണി വരെ നിർത്താതെ ഡാൻസ് കളിച്ചപ്പോൾ കാലിന് ഏകദേശം ഒരു തീരുമാനമായി ഗൈസ്. ഇനിയുള്ള സീൻസ് നെക്സ്റ്റ് കാണാം. ക്ഷീണം, കാലുവേന, മുട്ടുവേന, ഇനി കുഴമ്പിട്ട് വീട്ടിൽ പോയി തീരുമാനം. അങ്ങനെ സ്വന്തം പ്രായം മറന്നുകൊണ്ട് തുള്ളിച്ചാടിയതിൻ്റെ ഫലമായിട്ട് എല്ലാവർക്കും കാലുവേനയും മുട്ടുവേനയും എല്ലാ വേദനകളും ഇളകി. പ്രത്യേകിച്ച് എനിക്ക് അനങ്ങാൻ വയ്യായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ തളരാതെ വീണ്ടും വീണ്ടും മുന്നോട്ട്. അങ്ങനെ വീണ്ടും അന്നത്തെ ദിവസം 4 മണി 4:30 ഒക്കെ എന്തോ കിടന്നുറങ്ങിയത്. നെക്സ്റ്റ് ഡേ സൺഡേ ആയപ്പോഴേക്കും മിക്കവർക്കും പോകണമായിരുന്നു കേട്ടോ വീട്ടിലേക്ക് തിരിച്ച്. ഒട്ടുമിക്ക എല്ലാവരും സൺഡേ തന്നെ തിരിച്ചു പോയിട്ട്. അപ്പോൾ ബാക്കിയായത് അഞ്ജനയും ഞാനും പിന്നെ ജർമ്മനിയിൽ നിന്ന് വന്ന ഷൈനിക്ക് പിറ്റേ ദിവസം 3 മണി ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ മൺഡേ ഞങ്ങൾ നേരെ ബിഗ് ബ്രൂസ്ക്ക് പോയി ബിയറും കോക്ടെയിലും പിന്നെ നല്ല അടിപൊളി ഫുഡൊക്കെ വെച്ച് ചേഴ്സൊക്കെ പറഞ്ഞ് വീണ്ടും കുറേ കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. എയർപോർട്ടിലേക്ക് പോകാൻ ടൈമായപ്പോൾ ഷൈനിനോട് ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ അടുത്ത വട്ടം വീണ്ടും മീറ്റ് ചെയ്യാനുള്ള പ്ലാനുമായിട്ട് നെക്സ്റ്റ് ഓഗസ്റ്റ്, അതായത് 2026 ഓഗസ്റ്റിൽ വീണ്ടും ഗെറ്റ് ടുഗദർ പ്ലാൻ ഇട്ടുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ബായ് പറയും. അപ്പോൾ ഗൈസ്, 1 ലൈഫ് എൻജോയ്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സുമായിട്ട് മീറ്റ് ചെയ്യുക, പറ്റുമ്പോഴൊക്കെ ഒരു ലൈഫേ ഉള്ളൂ. മാക്സിമം അടിച്ചു പൊളിക്കുക. ബൈ ബൈ.